നമ്മളിന്ന് PSCയിലെ കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1/2, 2/3, 3/4, എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം. ക്ലിയർ ആണല്ലോ. 1/2 നമുക്ക് കാണാം. 1/2, പിന്നെ 2-ൽ തുടങ്ങി 2/3, പിന്നെ 3-ൽ തുടങ്ങി 4/4, പിന്നെ അത് 4-ൽ തുടങ്ങി 4/5. ഈ രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. അങ്ങനെയുള്ള ശ്രേണിയിൽ 10 പദങ്ങളുടെ തുക കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എത്ര പദങ്ങളുടെ തുകയാണോ ചോദിച്ചിരിക്കുന്നത് ആ നമ്പർ എഴുതുക, ഒന്ന് കൂട്ടി ഗുണിക്കുക, ഒന്നുകൂടെ കൂട്ടി ഗുണിക്കും. 10, 11, 12 എന്നിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 12-നെ 3-നെ ഡിവൈഡ് ചെയ്താൽ അത് 4 കിട്ടും. ഓക്കെ അല്ല? ഇനി 10 ഇനി ഇപ്പോൾ തമ്മിൽ ഗുണിക്കുക. 10 × 11 × 4 തമ്മിൽ ഗുണിച്ചാൽ മതി. 10 × 4 എന്ന് പറയുന്നത് 40 ആണ്. 40 × 11 40 × 11 എന്ന് പറയുന്നത് 440 ആണ്. സോ ഇതാണ് നമ്മുടെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. 13/40 ദശാംശ രൂപമാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുമില്ല, നമുക്ക് നേരെ ഈ 13-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ 0 ഇവിടെ കിടക്കട്ടെ, അങ്ങനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 13-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ എഴുതാം 3 പ്രാവശ്യം 13, 3 4 12 എന്ന് കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ 1 കിട്ടും, ഒരു 0 ചേർക്കാം. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഇടാം. 10-ൽ 4 2 പ്രാവശ്യം 8 എഴുതാം, കുറക്കാം 2 എഴുതാം, ഒരു 0 ചേർക്കാം, 20 ആയി. 20-ൽ 4 5 പ്രാവശ്യം. അപ്പോൾ നമുക്ക് ആ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3.25. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇവിടെ നോക്കുക, ഇവിടെ ഒരു 0 ഉള്ളത് കൊണ്ട് ഇവിടുന്ന് ഒരു സ്ഥാനം കൂടെ ഇങ്ങോട്ട് മാറ്റുക. അതായത് 0.325 എന്ന ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ എന്ന് 0.325 ആണ്. ഓപ്ഷനിലുണ്ടോ? യെസ്, ഇതാണ് നമ്മുടെ ആൻസർ. വളരെ എളുപ്പമല്ലേ? ഒരു ചോദ്യം കൂടെ വളരെ വേഗം ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഒരു സമഭുജ ത്രികോണ സ്തംഭത്തിൻ്റെ പാദചുറ്റളവ് 15 സെൻറ്റിമീറ്റർ, ഉയരം 5 സെൻറ്റിമീറ്റർ ആയാൽ വ്യാപ്തം എത്ര? നിങ്ങൾ നോക്കുക, ഒരു ത്രികോണ സ്തംഭത്തിൻ്റെ പാദ ചുറ്റളവ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു ത്രികോണം തന്നെയാണ്. അപ്പോൾ ത്രികോണം ആണ്. അപ്പോൾ ത്രികോണം എന്ന് പറഞ്ഞാൽ ഇതൊരു സമഭുജ ത്രികോണമായിരിക്കും. ഈ വശവും ഈക്വൽ ആയിരിക്കും. അതായത് നമുക്ക് പറയാം സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 3a ആണ്. ഇതിന് a ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 3 സൈഡുള്ളതുകൊണ്ട് 3a. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് 15 എന്ന്. അങ്ങനെയാണെങ്കിൽ a കാണുവാനായിട്ട് 15-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, നമുക്ക് 5 എന്ന് ആൻസർ കിട്ടും. അത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് സമഭുജ ത്രികോണ സ്തംഭത്തിൻ്റെ വ്യാപ്തം കാണാനുള്ള വാക്യം അതെന്ന് പറയുന്ന ഇതാണ്. അതൊന്ന് പഠിച്ചു വെച്ചുക. √3a² / 4. √3a² / 4 × h എന്നാണ്. ഇത് സമഭുജ ത്രികോണ സ്തംഭത്തിൻ്റെ വ്യാപ്തം കാണാനുള്ള വാക്യം. നമുക്ക് നോക്കാം. √3 അത് നമുക്ക് അതുപോലെ തന്നെ എഴുതാം. a എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5-ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ് /4 × h എന്ന് പറയുന്ന ഹൈറ്റ് തന്നിട്ടുണ്ടല്ലോ, അത് 5 ആണ്. ക്ലിയർ ആണല്ലോ. 5-നെ 25 കൊണ്ട് ഗുണിച്ചാൽ 125 കിട്ടും. ഈ √3 കൂടെ നമുക്ക് ചേർത്തെഴുതാം. 5-നെ 25 കൊണ്ട് ഗുണിക്കുമ്പോൾ 125, ഈ √3 കൂടെ ചേർത്തെഴുതാം ഡിവൈഡഡ് ബൈ 4. 125 √3/4. ഓപ്ഷനിലുണ്ടോ? യെസ്, 125 √3/4. അപ്പോൾ നമ്മൾ 3 മിനിറ്റ് കൊണ്ട് 3 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഓക്കെ.